ഹലോ, ഞാൻ വിശാൽ. ഇതൊരു ഡെൽറ്റ വിങ് മോഡൽ RC പ്ലെയിൻ്റെ ബിൽഡ് വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെൽറ്റ. അപ്പോൾ ഈ മോഡൽ ഞാൻ ചൂസ് ചെയ്യാൻ കാര്യം, ഫസ്റ്റ് ഞാൻ ചെയ്തത് ഒരു നോർമൽ മോഡൽ പ്ലെയിനാണ്. അപ്പോൾ ഞാൻ ഈ ഹോബി ബിഗിനർ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്രാഷ് തന്നെ സീനായി. ഒരു ടാങ്കൊക്കെ കുത്തി പൊട്ടിച്ച് പ്രൊപ്പൊക്കെ ഒടിഞ്ഞ് നല്ല ഡാമേജ് ആയതുകൊണ്ട് ക്രാഷ് എത്രയായാലും ഡാമേജ് കുറയുന്നൊരു പ്ലെയിൻ വേണം. അപ്പോൾ ഇത് തന്നെ 19 വട്ടം ഫ്രണ്ടൊക്കെ ഇടിച്ച് നല്ല സീനായിരിക്കും. എന്നാലും നമുക്ക് ടേപ്പ് ചെയ്ത് ശരിയാക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഈ മൗണ്ട് ലാസ്റ്റ് ഫ്ലൈറ്റ് ഒടിഞ്ഞതാണ്, എന്നാലും നമുക്ക് ശരിയാക്കാന്നേ ഉള്ളൂ. അപ്പം എത്ര ക്രാഷൊന്നും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ വീഡിയോയിലിടുക. ഫസ്റ്റ് നമുക്കൊരു നോർമൽ 1 ഇഞ്ചിൻ്റെ തെർമോക്കോൾ ഷീറ്റ് വേണം. അത് ഈ മാർക്ക് ചെയ്തേക്കുന്ന പോലെയൊക്കെ കട്ട് എടുക്കുക. എന്നിട്ട് എഡ്ജസൊക്കെ ഒന്ന് സ്മൂത്താക്കുക. ഇത് നല്ല ഡെൻസറായിട്ടുള്ള തെർമോക്കോൾ ഷീറ്റാണ്. ഇത് നമ്മുടെ ഇലക്ട്രോണിക്സൊക്കെ പിടിക്കുമ്പോൾ കൂടെ കിട്ടുന്നത്. നല്ല കട്ടി കൂടല. വളരെ ബലത്തിന് വേണ്ടി നമുക്ക് ഇതിൻ്റെ മുകളിൽ വെക്കേണ്ടി വരും. ഇനി നമുക്ക് എല്ലാ പീസും ടേപ്പ് ചെയ്യാം. പാക്കിംഗ് ടേപ്പ് വെച്ച്. ഇത് നമ്മുടെ കൺട്രോൾ സർഫസ് ആണ്. ഇത് വെർട്ടിക്കൽ സ്റ്റെബിലൈസർ. എല്ലാം നന്നായിട്ട് ടേപ്പ് ചെയ്യാം. എന്നുവെച്ചാൽ നമ്മുടെ മോട്ടർ എടുക്കണം. മോട്ടർ മൗണ്ട് ചെയ്തേക്കുന്ന ഒരു മെറ്റലിൻ്റെ പീസിലാണ്, ചെറിയ കനം കുറഞ്ഞ പീസ്. ഇത് ജസ്റ്റ് ഒന്ന് ഹോൾ ചെയ്ത് സ്ക്രൂ ചെയ്തതിന് ശേഷം ഗ്ലൂ വെച്ചൊന്ന് സീൽ ചെയ്ത് വെക്കുക. ടെമ്പററി ആയിട്ട് ചെയ്ത് എന്തായാലും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. ഇത് നമ്മൾ പിന്നെ വെക്കേണ്ട ഹൊറിസോണ്ടൽ തെർമോക്കോളിലോട്ട് വെച്ച് നല്ലോണം ടേപ്പ് ചെയ്യുക. അതിനുശേഷം മെയിൻ ബോർഡിലോട്ട് വെച്ച് ഇത് മൊത്തം ടേപ്പ് ചെയ്തെടുക്കുക. നന്നായിട്ട് ടേപ്പ് ചെയ്യണം. ഇനി നമുക്ക് സെർവോ കണക്ട് ചെയ്യാം. സെർവോയ്ക്ക് വയറിന് നീളം കുറവായിട്ട് നമുക്ക് വല്ല ജമ്പർ വയറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വയർ യൂസ് ചെയ്ത് ലെങ്ത് കൂട്ടാം. ഇത് നമ്മുടെ CPUലൊക്കെ ഉപയോഗിക്കുന്ന വയറാണ്. കനം കുറവേണ്ട എടുത്താൽ ലെങ്ത് കൂട്ടിയതിന് ശേഷം ഈ മാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്ത് ഹോൾ ഇട്ടിട്ട് സെർവോ കണക്ട് ചെയ്യാം. രണ്ട് സൈഡിലും സെർവോ വെച്ചതിന് ശേഷം ബാക്കിലൂടെ അതിൻ്റെ വയറെടുത്ത് ആ മോട്ടറിൻ്റെ ചെറിയ ഹബിലോട്ട് വരുന്ന രീതിയിൽ ഒട്ടിച്ച് വയ്ക്കുക. ഓക്കെ, അതിൻ്റെ എഡ്ജസ് രണ്ടും അടത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവോ ഉണ്ടാക്കാൻ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് വേണം. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നിൻ്റെ അടപ്പ. ചെറിയ പീസ് കട്ട് ചെയ്തെടുത്ത് ഇതേ ഷേപ്പിൽ കട്ട് ചെയ്ത് ചെറിയ ഹോൾട്ട് വയ്ക്കുക. പിന്നെ അതിൻ്റെ അടിവശം ചെറുതായിട്ട് ബെൻഡ് ചെയ്യുക. ഇനി നമുക്ക് ഈ കൺട്രോൾ സർഫസ് മെയിൻ ബോഡിയിലോട്ട് ടേപ്പ് ചെയ്ത് വയ്ക്കാം. ടേപ്പ് ചെയ്തതിന് ശേഷം അതിൽ മാർക്ക് ചെയ്തിട്ട് കൺട്രോൾ ഫോം വെച്ചു. ഇനി നമുക്ക് കൺട്രോളും സെർവോയും കണക്ട് ചെയ്യ ഒരു മെറ്റലിൻ്റെ പീസ്, ചെറിയ കമ്പി കഷ്ണം വേണം. അതിങ്ങനെ ബെൻഡ് ചെയ്തെടുത്തിട്ട് കറക്റ്റ് അളവാകുന്ന രീതി വയ്ക്കാം. അളവ് കറക്റ്റാണെങ്കിൽ നമുക്ക് ഗ്ലൂ ചെയ്ത് ഒട്ടിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ബോർഡ്. ഇതിൽ ഞാൻ ലാൻഡിങ് ഗിയർ കണക്ട് ചെയ്ത് നോക്കിയത്, പക്ഷേ അത് വെയിറ്റ് കൂടുന്ന കാരണം ലിഫ്റ്റ് കിട്ടുന്നില്ല, അതുകൊണ്ട് ഒഴിവാക്കിയത്. പിന്നെ നമ്മളിതിൽ വരുത്തിയ വ്യത്യാസം പറയുന്നത് ഇതിൽ വെർട്ടിക്കൽ സ്റ്റെബിലൈസർ ഒഴിവാക്കി. അത് കാരണം വെർട്ടിക്കൽ ഇത് വെച്ചപ്പോൾ നല്ല ഡ്രാഗ് ഉണ്ടായിരുന്നു. ഇവിടെ ആയിരുന്നു ഇരിക്കേണ്ടത്, പക്ഷേ ഡ്രാഗ് കാരണം നമ്മൾ ഒഴിവാക്കേണ്ടി വന്നു. അതിന് പകരം നമ്മൾ യൂസ് ചെയ്ത ഈ ചെറിയ മെറ്റലിൻ്റെ അതിന് കട്ടി പറയാണ്ട് ഡ്രാഗും ഇല്ല, നല്ല ബലത്തിരുന്നോളൂ. എന്നുള്ളതുകൊണ്ട് നമുക്ക് പിന്നെ വെർട്ടിക്കലായിട്ടൊക്കെ വെച്ച് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറേ ക്രാഷ് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് നല്ല ഹിറ്റ് കിട്ടും. ഇപ്പോൾ മെറ്റലായതുകൊണ്ട് ഫസ്റ്റ് വളഞ്ഞാലും നമുക്ക് നേരെയാക്കി വയ്ക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ഇലക്ട്രോണിക്സ് വയ്ക്കുക. ഇതാണ് നമ്മുടെ AC 30 ആമ്പിൻ്റെ AC ആണ്. അത് മോട്ടറുമായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ റിസീവർ അതിൻ്റെ പിന്നുമായിട്ട് വയ്ക്കാം. ഇനി ഇലക്ട്രോണിക്സ് എല്ലാം കൂടെ ആ ചെറിയ ഹബിലോട്ട് നമുക്ക് ഒതുക്കി വയ്ക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന ബാറ്ററി എന്ന് പറയുന്നത് 11.1 വോൾട്ടിൻ്റെ 2200 mAh ലിഥിയം പോളിമർ ബാറ്ററിയാണ്. സെർവോ എന്നുള്ള 2 പിന്ന് നമുക്ക് റിസീവറിൻ്റെ 1-2 ചാനൽ കണക്ട് ചെയ്തായി. ഇപ്പോൾ നമുക്ക് ആ കൺട്രോൾ റിവേഴ്സ് ചെയ്യണമെങ്കിൽ ആ പിന്ന് മുകളിലോട്ട് മാറ്റി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് ആവും.
റിമോട്ട് ചെയ്യണ്ട. ഇത് നമ്മുടെ ESC എന്നുള്ള പിന്നെ അത് മൂന്നാമത്തെ ചാനൽ കണക്ട് ചെയ്തായി. നമുക്കൊന്ന് പവർ ചെയ്യാം. ഓക്കെ, പവർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഈ വയറൊക്കെ ഒന്ന് സെക്യൂർ ചെയ്ത് വയ്ക്കാൻ വേണ്ടി ടേപ്പ് യൂസ് ചെയ്യാം. ടേപ്പ് യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് ടേപ്പ് ചെയ്യാം. എന്നിട്ട് പവർ ചെയ്യാനുള്ള കേബിൾ മാത്രം പുറത്തിടുക. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ലൈറ്റൊക്കെ വയ്ക്കാം. LEDs യൂസ് ചെയ്തൊന്ന് സെറ്റപ്പ് ആക്കാം. ഇപ്പോൾ 2 LED എടുത്തിട്ടുണ്ട്. രണ്ടും പാരലായിട്ട് കണക്ട് ചെയ്യുക. അതിൽ നിന്ന് പാരലായിട്ട് തന്നെ ഒരു കേബിൾ റിസീവർ കൊടുക്കാൻ വേണ്ടി എടുക്കുക. ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിൽ മാത്രമാണ് കണക്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് തെർമോക്കോളിലോട്ട് വെക്കുന്നേ ഉള്ളൂ. 2 LED എടുത്തതിന് ശേഷം കേബിൾ എടുത്ത് റിസീവറിൻ്റെ 5ാമത്തെ പിന്നിലോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്ലെയിൻ ഒന്ന് പറത്തി വെക്കാം. ഒന്ന് വലിയ സീനൊന്നുമില്ല, പറഞ്ഞായിരുന്നു അടിപൊളിയായിട്ട്. പിന്നെ ഈ മോഡൽ എനിക്കൊരു പോരായ്മ തോന്നിയത് അതിൻ്റെ ടിപ്പ് ഷാർപ്പായിരുന്നു. ഫ്രണ്ട് ഇടിച്ച് വീഴുമ്പോഴൊക്കെ ഫ്രണ്ടിലെ തെർമോക്കോളൊക്കെ ഡാമേജ് നല്ലോണമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഏരിയ കൂട്ടുകയാണ്, അതായത് ഫ്രണ്ടൊന്ന് കട്ട് ചെയ്ത് ഏരിയ കൂട്ടുവാണെങ്കിൽ ആ സീനങ്ങ് മാറി കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഇതിൽ യൂസ് ചെയ്ത ഇലക്ട്രോണിക്സ് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരി എന്നാൽ.